ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യൂട്യൂബിനും വ്ളോഗിങ്ങിനൊക്കെ പറ്റിയൊരു മൈക്കിനെ പറ്റിയിട്ടാണ്. ഇത് ഫോണിനും പറ്റിയുള്ളൊരു മൈക്കാണ്. സോ പി സിക്ക് കണക്ട് ചെയ്യാൻ എൻ്റെ അറിവിൽ പറ്റൂല, ഉറപ്പില്ല കേട്ടോ. എന്തായാലും ഇത് ഒരു ഹോളിലാൻഡ് ലാർക്ക് M1 അല്ലെങ്കിൽ ഒരു DJI മൈക്കോ ലാർക്ക് M2 ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പുമാണ്. അതേസമയം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തരുന്ന മൈക്കാണ്. സോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബോയ BY-V1 ഈ സാധനത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ്, അതേപോലെ തന്നെ ഒരു സൗണ്ട് ടെസ്റ്റ്, ഇതിൻ്റെ ബാക്കി എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിൽ വരുന്നത് എന്നും കൂടി നമുക്ക് സംസാരിക്കാം. ഈ മൈക്ക് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. സോ മേടിക്കുമ്പോൾ അതിൽ നിന്ന് മേടിച്ചോ, അല്ലെങ്കിൽ ആമസോണിൽ പോയിട്ട് ടൈപ്പ് ചെയ്താലും മതി, സാധനം കിട്ടും. എനിവേ, നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും കാണാം, ഈ ഒരു ബോക്സിലാണ് നമുക്ക് മൈക്ക് വരുന്നത്. ഇത് iOS ഡിവൈസസിനുള്ളൊരു മോഡലാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ആൻഡ്രോയിഡ് ഡിവൈസസിനുള്ളതും ഉണ്ട്. സോ ബാക്കിൽ ജസ്റ്റ് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ മൈക്ക് കാണാൻ എങ്ങനെയാണ്, അങ്ങനത്തെയൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കിത് അൺബോക്സ് ചെയ്യാം വേഗം തന്നെ. അമ്മേ, സോ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന ബോക്സിൻ്റെ ക്വാളിറ്റി പറയുന്നതാണെങ്കിൽ അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല. ബോക്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു Type-C കേബിൾ കിട്ടുന്നുണ്ട്. സിൽക്കാച്ചല്ലേ, ഇതാണ് നമ്മുടെ മൈക്ക്. നമുക്ക് മാറ്റി വെക്കാം. അതേപോലെ തന്നെ നമ്മുടെ റിസീവറും കിട്ടുന്നുണ്ട്. സോ ഇത്ര കാര്യങ്ങളെ നമ്മുടെ ബോക്സിലുള്ളൂ. യെസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സൗണ്ട് ടെസ്റ്റും അതേപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് ഇപ്പോൾ അടുത്ത് തന്നെ സംസാരിക്കാം. അപ്പോൾ ഗൈസ്, ഞാനിത് ബോയ മൈക്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബോയ മൈക്കിൻ്റെ സൗണ്ട് ഉണ്ടാവുക. ഞാൻ ഫോർ എക്സാമ്പിൾ ഐഫോണിൻ്റെ ഇൻബിൽട്ടായിട്ട് വരുന്ന മൈക്രോഫോണിൻ്റെ സൗണ്ട് എങ്ങനെ ഉണ്ടാവുകയെന്നും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ എൻ്റെ ഫ്രണ്ടിലൊരു ഫാന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൗണ്ട് ഐഫോണ് നോർമൽ എങ്ങനെ പിക്കപ്പ് ചെയ്യുക, അതേപോലെ തന്നെ ഒരു ബോയ മൈക്ക് വെച്ചിട്ട് എങ്ങനെ പിക്കപ്പ് ചെയ്യുക എന്നുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതാണ് ബോയ മൈക്കിൻ്റെത്. ആൻഡ് ഇനി ഐഫോണിലേക്ക്. ഇപ്പോൾ കാഴ്ച ഞാൻ റിസീവർ ഊരിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഇരുന്ന അതേ ഡിസ്റ്റൻസ്, ഒരേ സെയിം ഫാൻ ഓണാണ്. ഇങ്ങനെയാണ് ഐഫോണും ബോയ മൈക്കും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ എത്രത്തോളം ഡിഫറൻസ് ബോയ മൈക്കും ഐഫോണിൻ്റെ ഇൻബിൽട്ട് മൈക്കും തമ്മിലുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് തന്നെ. ഞാൻ ഫുട്ടേജ് തിരിച്ചൊന്ന് കണ്ടു നോക്കിയാലും എനിക്ക് തോന്നുന്നുണ്ട്. സോ ഇത്ര വലിയൊരു ഡിഫറൻസ് ഒരു 2000 റുപ്പീസിൻ്റെ ഗ്യാപ്പിനാണ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കിട്ടുന്നത്. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഹോളിലാൻഡ് ലാർക്ക് M1 M2 അല്ലെങ്കിൽ ഒരു DJI മൈക്ക് എന്നൊക്കെ പറയുമ്പോൾ 10,000 അല്ലെങ്കിൽ ഒരു 5,000 എബവ് ആണ്. അതേസമയം ഈ ഒരു മൈക്കിന് 3,000 അണ്ടറാണ്, 2,500 അണ്ടറാണ് ഈ ഒരു മൈക്ക് വരുന്നത്. അപ്പം എങ്ങനെ നോക്കിയാലും ഈ ഒരു മൈക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾ യൂട്യൂബിനോ അല്ലെങ്കിൽ ഒരു വ്ളോഗിങ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് നിങ്ങളൊരു സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ, നല്ലൊരു രീതിയിൽ നല്ലൊരു ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു മൈക്ക് അത്യാവശ്യം നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നേ ഞാൻ പറയൂ. സോ ഇതിൻ്റെ നമ്മുടെ ഒരു ഫീച്ചർ സെറ്റിനെ പറ്റിയിട്ട് പറയുന്നതാണെങ്കിൽ, ഇതിൽ Type-C ചാർജിങ് ആണ് മൈക്കിന് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്ലഗ് ആൻഡ് പേ ആണ്. സോ നിങ്ങൾക്ക് ഇതിനായിട്ട് എഡീഷണൽ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വേറെ സെറ്റപ്പ് ചെയ്യാൻ വേറെ ഒന്നും വേണ്ട. ജസ്റ്റ് പ്ലഗ് ചെയ്യുക, ഇവിടെ ഓൺ ബട്ടൺ ഞെക്കുക, സാധനം റെഡിയാവും. ഇതിന് വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏകദേശം 30 meters to 50 meters റേഞ്ച് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു വിശ്വാസത്തിൽ 30 meters ആണ് എന്നാണ്. 50 meters കിട്ടുമെന്നാണ് ബോക്സ് പറയുന്നത്. പിന്നെ അതെ, ഈ മൈക്ക് പറ്റിയിട്ട് പറയുന്നതാണെങ്കിൽ നോയ്സ് റിഡക്ഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ഫാൻ ഓണായിട്ട് കിടക്കുന്നുണ്ട്. അതിന് അതേ സാധനം ഞാൻ വേറെ ഒന്നും ചെയ്യാണ്ട് തന്നെ മൈക്കിൽ നല്ലൊരു നോയ്സ് റിഡക്ഷൻ കിട്ടുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു മൈക്കാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നതിൽ എൻ്റെ വിശ്വാസത്തിൽ ഏറ്റവും ബെസ്റ്റ് മൈക്ക് ഇതായിരിക്കും. സോ കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഒരു വ്ളോഗിങ് കാര്യങ്ങൾക്കൊക്കെ ഒരു മൈക്ക് വേണം. ബട്ട് നല്ലോണം ഇത്ര പൈസ ഒരു 5,000 10,000 ചിലവാക്കാൻ ആഗ്രഹമില്ലെങ്കിൽ ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല, ഒരു മൈക്കാണ്.
നിങ്ങൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും മൈക്കിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. സോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് യാ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.